ഇയേഴ്സ് സ്ത്രീകൾക്ക് വെള്ളം പോകുക അല്ലെങ്കിൽ സ്കോട്ടിംഗ് എന്നൊക്കെ പറയുന്നതുണ്ട് അല്ലേ. എല്ലാ സ്ത്രീകൾക്കും ഇതുണ്ടാവില്ല, എന്നാൽ ചില സ്ത്രീകൾക്ക് ഉണ്ടാകാറുണ്ട്. മിക്ക ആളുകളും സ്വയംഭോഗം ചെയ്യുമ്പോഴായിരിക്കും ഇത് കൂടുതലായിട്ട് അനുഭവിച്ചിട്ടുണ്ടാവുക അല്ലേ. അപ്പോൾ എങ്ങനെ ചെയ്താലാണ്, ഏതൊക്കെ രീതിയിൽ ചെയ്താണ് ഇങ്ങനെ ഉണ്ടാവുക? അത് മാത്രമല്ല, നിങ്ങൾക്ക് ലിംഗം ഉപയോഗിച്ച്, അതായത് ലൈംഗികബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ അവർക്ക് ഇങ്ങനെ വെള്ളം കളയാൻ വേണ്ടി പറ്റും. അപ്പോൾ എങ്ങനെയൊക്കെ ചെയ്യണം എന്ന് നോക്കാം. പുറത്ത് വരുന്നത് മൂത്രമൊന്നുമല്ല, കാരണം അതിൻ്റെ മൂത്രത്തിൻ്റെ കണ്ടൻ്റൊക്കെ ഉണ്ട്. PSA എന്ന് പറയും, പ്രോസ്റ്റേറ്റ് സ്പെസിഫിക് അൻഡ്രോജൻ എന്നൊക്കെ പറയും. അതൊക്കെയാണ് ഇതിൽ അടങ്ങിയിരിക്കുന്നതായിട്ട് കണ്ടത്. സ്കിനിൽ ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒന്നാണ്. അപ്പോൾ ഇങ്ങനെയൊരു മാജിക് വാട്ടർ വരും. ഈ ഗ്ലാൻഡിനെ സ്ത്രീകളുടെ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് എന്നാണ് അറിയപ്പെടുന്നത്. അതായത് നിങ്ങൾ നന്നായിട്ട് അവരുടെ എന്ന സ്പോട്ടിലേക്ക് നന്നായിട്ട് ഉത്തേജിപ്പിക്കുക, നന്നായിട്ടൊരു ഫോർപ്ലേ ഒക്കെ ചെയ്ത് കൊടുക്കും, നന്നായിട്ട് ഓറിലേക്ക് ലൈംഗികബന്ധത്തിൽ ഏർപ്പെടും. നല്ല രീതിയിൽ അവർക്ക് വേണ്ട രീതിയിൽ, അവർക്ക് കിട്ടേണ്ട രീതിയിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നടക്കുന്ന ഒരു പ്രോസസ്സാണ്. പിന്നെ പറയുന്നു, എല്ലാ സ്ത്രീകളിലും നടക്കത്തില്ല കേട്ടോ. അപ്പോൾ ഈ മിസ്റ്റീരിയസ് ഫ്ലൂയിഡ് എങ്ങനെ കണ്ടെത്താൻ നോക്കാം. ഇതുണ്ടായാലേ ആ പെണ്ണിന് സുഖം കിട്ടും അങ്ങനെയൊന്നുമില്ല. രതിമുറിച്ച് കിട്ടിയാൽ തന്നെ നല്ല സുഖം കിട്ടും. എന്നാൽ ഇതും കൂടി റിലീസാകുന്ന ഒരു പ്രതിഭാസം ഉണ്ട് എന്നാണ് പറയുന്നത്. രതിമുറിച്ചയ്ക്ക് അടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അതിന് മുമ്പ് ഒഴുകുന്ന ഒരു സംഭവം, ഒരു ക്ലിയർ ഫ്ലൂയിഡ് കേട്ടോ. അപ്പം നിങ്ങൾക്കൊക്കെ അറിയുന്ന ഒന്നാണ് നേച്ചർമാനിൻ്റെ ലിഫ്റ്റപ്പ് ഓയിൽ അല്ലേ. ISO GMB സർട്ടിഫൈഡ് ആണ്, ആയുഷ് സർട്ടിഫൈഡ് ആണ് കേട്ടോ. നിങ്ങൾക്ക് ഇത് ഒരുപാട് ഹെർബ്സ് അടങ്ങിയിട്ടുള്ളത്. അശ്വന്ത, ശതാവരി, കൗഞ്ച് ബീച്ച്, ഷിലാജിത്ത് ഇങ്ങനെയുള്ള ഒരുപാട് ഹെർബ്സ് അടങ്ങിയിട്ടുള്ളതാണ്. നിങ്ങളുടെ ലിംഗത്തിലേക്ക് ബ്ലഡ് ഫ്ലോ ഒക്കെ നല്ല രീതിയിൽ കൂട്ടാൻ വേണ്ടി സഹായിക്കും. ലിംഗത്തിൻ്റെ സ്കിന്നൊക്കെ ടോൺ ചെയ്യാനും ഇൻഫെക്ഷനൊക്കെ തടയാനും സഹായിക്കും. നല്ല രീതിയിൽ ബ്ലഡ് ഫ്ലോ ഉണ്ടാക്കാനും കൂടുതൽ നേരമൊക്കെ ലൈംഗികബന്ധത്തിൽ ഏർപ്പെടാനും വേണ്ടി, കൂടുതൽ നേരമൊക്കെ സ്ട്രോങ് ആയിട്ടൊക്കെ ലിംഗം ഇരിക്കാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. ഇതെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് 2 നേരമാണ് നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യേണ്ടത്. നിങ്ങൾക്ക് നോൺ അഡിക്റ്റീവ്സും ആണ് കേട്ടോ. നിങ്ങൾക്ക് ലിംഗത്തിന് താഴേന്ന് മുകളിലേക്ക് ഇത് അപ്ലൈ ചെയ്യുന്നതാണ്. ദിവസം 2 നേരം ഇത് യൂസ് ചെയ്യാവുന്നത് കേട്ടോ. ഇത് നിങ്ങളുടെ ലിംഗത്തിൻ്റെ യഥാർത്ഥ സൈസിലേക്ക് നിങ്ങൾ എത്തിക്കുന്നുണ്ട്. നിങ്ങൾ സ്മോക്കിങ്ങോ നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ ഹാബിറ്റ് കൊണ്ടൊക്കെ ലിംഗം ചുരുങ്ങി വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ യഥാർത്ഥ സൈസിലേക്ക് എത്തിക്കാനും ഇത് യൂസ് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ ലിംഗത്തിൻ്റെ തടിയും നീളമൊക്കെ കൂട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. യഥാർത്ഥ സൈസിലേക്ക് എക്സ്ട്രാ വളരുന്നല്ല. ബ്ലഡ് ഫ്ലോ കൂട്ടുക മാത്രമല്ല, ഫോർസ്കിൻ്റെ ഒക്കെ പ്രശ്നം മോളിൽ ഇങ്ങനെ ടൈറ്റായിട്ടൊക്കെ നിൽക്കുന്നവർക്കുണ്ടെങ്കിൽ അവർക്കും മസാജ് ചെയ്യുമ്പോൾ മാറ്റാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റ് വേണം എന്നുള്ളവരാണെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തേക്കാം, അതിൽ കയറി പർച്ചേസ് ചെയ്തു. ഫസ്റ്റ് കമൻറ്റായിട്ടും കൊടുത്തേക്കാം. പിന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്ന കേട്ടോ. അപ്പം നല്ല രീതിയിൽ വെള്ളം പോകാൻ വേണ്ടിയിട്ട് സ്ത്രീ ഒരുക്കണമെങ്കിൽ മെൻ്റലി ആദ്യം അവരോട് ഇങ്ങനെ ചെയ്യുന്ന ഇഷ്ടമാണ്, ഇങ്ങനെയൊക്കെ ചെയ്താലാണ് ഉണ്ടാവുക, നിങ്ങൾക്ക് എങ്ങനെ ചെയ്യുമ്പോഴാണ് കൂടുതൽ ഇഷ്ടം കിട്ടും. അങ്ങനെ അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അവർക്ക് നല്ലൊരു അറ്റ്മോസ്ഫിയറൊക്കെ ഒരുക്കി കൊടുത്ത് ഏറ്റവും രീതിയിൽ മെൻ്റലി ഫിസിക്കലിയൊക്കെ അവരെ അതിലേക്ക് സെറ്റാക്കുക എന്നുള്ളത്. അങ്ങനെ ആയതിനു ശേഷം മാത്രം നിങ്ങൾ ഇതിലേക്ക് ഏർപ്പെടാൻ പാടുള്ളൂ, അവരുടെ സമ്മതത്തോടു കൂടെ മാത്രം. അപ്പോൾ 2 പേർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇത് ചെയ്യുക. അതുപോലെ തന്നെ ഫോർപ്ലേ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എങ്ങനെ ചെയ്യണം, എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ ഉള്ള പല വീഡിയോയിലും നമ്മൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഓറലിലേക്ക് ലൈംഗികബന്ധത്തിൽ ഏർപ്പെടുന്നത്, യോനിയിൽ നല്ല രീതിയിൽ ഓറലിലേക്ക് ചെയ്ത് കൊടുക്കുന്ന ശരീരത്തൊക്കെ ചെയ്യുന്നത് കൂടുതലായിട്ട് അവർക്ക് മനസ്സിലാകാനും കൂടുതൽ നന്നായിട്ട് ഈ വെള്ളം പോകാനുള്ള സ്കിറ്റിങ്ങിനുള്ള ചാൻസ് കൂട്ടുകയാണ് ചെയ്യുന്നത്. അതുപോലെയാണ് G എന്ന സ്പോട്ടിൽ കൊടുക്കാവുന്ന സ്റ്റിമുലേഷൻ. നിങ്ങൾക്കറിയാലോ അല്ലേ, നമ്മൾ ഈ ഫിംഗർ യോനിയിലിട്ട് ഇങ്ങനെ ബെൻഡ് ചെയ്യുന്ന സ്ഥലത്ത് ഒരു സ്പോഞ്ച് പോലത്തെ ഒരു സംഭവം അല്ലേ, അവിടെയാണ് ഉത്തേജനം ഇങ്ങനെ കൊടുക്കുമ്പോൾ അതാണ് അവർക്ക് G-സ്പോട്ട് ഉണ്ടാവും എന്ന് പറയുന്ന സ്ഥലം. അല്ല ഇമാജിനറി ആയിട്ടോ G-സ്പോട്ട് എന്നൊക്കെ പറഞ്ഞത്. അങ്ങനെ ഒരു സ്പോട്ട് ഉണ്ടെന്നൊന്നും കണ്ടെത്തിയിട്ടൊന്നുമില്ല. പക്ഷെ അവിടെ കൂടുതലായിട്ട് ഉത്തേജനം കൊടുക്കുമ്പോൾ ഭയങ്കര ഫോഴ്സിലല്ല, അതിപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ടോയൊക്കെ ഉപയോഗിച്ചിട്ടാണെങ്കിൽ ചെയ്യും. അപ്പോൾ കൂടുതൽ ഉണ്ടാവാനുള്ള ചാൻസ് കൂട്ടുകയാണ് ചെയ്തത്. അപ്പോൾ ഇതൊക്കെയാണ് ആദ്യം ചെയ്യേണ്ടത്. അതൊക്കെ എങ്ങനെയാണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വേണമെങ്കിൽ വേറൊരു വീഡിയോ ചെയ്യാം. അപ്പോൾ ഏതൊക്കെ പൊസിഷൻ ഇത് രീതി ചെയ്താലായിരിക്കും ഇങ്ങനെ വരുന്നത് എന്നുള്ളത് നോക്കാം. ഒന്നാമത് വരുന്നത് കൗട്ടേഡാണ്, സ്ത്രീ മുകളിലായിട്ട് വരുന്നത്. ഇതെന്ന് പറയുമ്പോൾ അവർക്ക് G എന്ന സ്പോട്ടിൽ നല്ലൊരു ഉത്തേജനം കൊടുക്കാൻ പറ്റുന്നുണ്ട്. ഡീപ്പായിട്ട് ലിംഗം ഉള്ളിൽ കയറാനും പറ്റുന്നുണ്ട്. അത് മാത്രമല്ല, സ്ത്രീക്ക് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇങ്ങനെ മൂവ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് തന്നെ അവർക്ക് എത്ര സുഖം, എങ്ങനെ സുഖം, അങ്ങനെയുള്ള രീതിയിലൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത് കൂടുതൽ അവർക്ക് എന്താണ് വെള്ളം പോകാനുള്ള ചാൻസ് കൂട്ടുകയാണ് ചെയ്യുന്നത്. ഈ സമയത്ത് ഇതിനൊരു ടിപ്സ് എന്ന് പറയാനുള്ളത്, ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് പുരുഷൻ ലിംഗം ഉള്ളിൽ കയറിയിരിക്കുന്ന സമയത്ത് അവർക്ക് എന്തെങ്കിലും വൈബ്രേറ്ററോ ഒക്കെ കൊണ്ട് അവരുടെ ക്രിസരി ഉത്തേജിപ്പിക്കാൻ, അങ്ങനെ ക്രിസരി ഉത്തേജിപ്പിക്കുമ്പോൾ കൈകൊണ്ടാണെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ടോയൊക്കെ ഉപയോഗിച്ചാണോ ഉത്തേജിപ്പിക്കുമ്പോൾ പെട്ടെന്ന് വേഗം വെള്ളം വരാനുള്ള ചാൻസ് കൂട്ടുകയാണ് അവർ ചെയ്യുന്നത്.
രണ്ടാമതാണ് പുഷപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് സ്ത്രീ കിടക്കുന്നു, പുരുഷൻ മുകളിലായിട്ട് എന്താണ് മിഷറിയിൽ തന്നെ അങ്ങനെ കിടക്കുന്നു. അപ്പോൾ സ്ത്രീ കാലുകൾ ഉയർത്തി വെച്ചിട്ട് നിൽക്കുന്നു. അവരുടെ തൈനക്കൈയും മുകളിൽ, പുരുഷൻ്റെ തൈനക്കൈയും മുകളിലേക്ക് സ്ത്രീ കാല് ഉയർത്തി വെക്കുന്നു. അപ്പോൾ പുഷപ്പ് ചെയ്യുന്ന പോലെ തന്നെ നിങ്ങളിങ്ങനെ ചെയ്യുന്ന സമയത്ത് സ്ത്രീയുടെ ഇടുപ്പിന് താഴെയായിട്ട് പില്ലോ വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതലായിട്ട് ജെയിംസ് ബോട്ടിൽ ഉത്തേജനം കിട്ടാനും ഇത് വരാനുള്ള ചാൻസ് കൂടുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ ഒരു കൈ പുഷപ്പിന് ഒരു കൈ കൊണ്ട് പുഷപ്പ് ചെയ്യുന്നതല്ല, ഒരു കൈ കൊണ്ട് പുഷപ്പ് ചെയ്യുന്ന പോലെ ഒരു കൈ വെക്കുകയും മറ്റേ കൈ കൊണ്ട് ക്രിസരി ഉത്തേജിപ്പിക്കുകയും ചെയ്യുകയാണെങ്കിൽ, ഈ പൊസിഷൻ ചെയ്യുകയാണെങ്കിൽ അവർക്ക് വെള്ളം പോകാനുള്ള ചാൻസ് കൂടുകയാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് പരീക്ഷ നോക്കൂ കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. നെക്സ്റ്റ് ടൈം വിത്ത് ബൈ.